ഷാഫി പറമ്പിലിനെതിരായ അധിക്ഷേപ പരാമർശം നടത്തിയെന്ന കേസിൽ പാലക്കാട് CPM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബുവിനെതിരെയാണ് പരാതി ലഭിച്ചിട്ടുള്ളത്. ആ പരാതിയിൽ പോലീസ് നിയമോപദേശം തേടാനൊരുങ്ങുകയാണ്. പാലക്കാട് SP പരാതി നോർത്ത് പോലീസിന് കൈമാറും. മൂന്നാം കക്ഷിയാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നതിനാൽ നിയമോപദേശം ഇല്ലാതെ തുടർ നടപടി സ്വീകരിക്കില്ല എന്ന നിലപാടിലാണ് പോലീസ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. സാജിദ്, ഇവിടെ ഒരുപക്ഷേ ഷാഫി പറമ്പിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്തേക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നേക്കും. ഇപ്പോൾ എന്താണ് ഒരു പോലീസിന്റെ നീക്കങ്ങൾ? ദിവ്യ, സൈഫുദ്ദീൻ ഷാഫി പറമ്പിൽ MP-ക്കെതിരെ അധിക്ഷേപ പരാമർശം EN സുരേഷ് ബാബു എന്ന CPM-ന്റെ ജില്ലാ സെക്രട്ടറി നടത്തിയതുമായി ബന്ധപ്പെട്ട് രണ്ട് പരാതികളാണ് പോലീസിന്റെ മുൻപിൽ ഉള്ളത്. ഒന്ന് പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് CV സതീഷ് നൽകിയതും മറ്റൊന്ന് ഈ യൂത്ത് കോൺഗ്രസ് നേതാവായ പ്രമോദ് നൽകിയ പരാതികളാണ്. ഇതിൽ നിയമോപദേശം തേടാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ നേരെ കേസെടുക്കാൻ എന്തായാലും പോലീസ് തയ്യാറാകില്ല. അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിലിനെതിരായാണ് അധിക്ഷേപം നടത്തിയത്. അതുകൊണ്ട് ഈ ഒരു മൂന്നാം കക്ഷിയാണ് നിലവിൽ പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ പോലീസിനൊരു വ്യക്തതക്കുറവുണ്ട്. ഇതുകൊണ്ടാണ് നിയമോപദേശം തേടുന്നത്. ഒരുപക്ഷെ ഷാഫി പറമ്പിൽ തന്നെ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത്തരം ഒരു അഭിപ്രായം കോൺഗ്രസിനകത്തുണ്ട്. അത് പക്ഷേ ഷാഫി എന്ത് തീരുമാനമെടുക്കും എന്നതിൽ ഒരു വ്യക്തതയില്ല. ഇപ്പോഴത്തെ ഇത് പ്രകാരം തന്നെ പോലീസ് കേസെടുക്കുകയാണെങ്കിൽ അത് നേരിട്ട് കേസെടുക്കുക എന്നതിന് പകരം ഈ കോടതിയെ സമീപിക്കാനുള്ള ഒരു നിർദ്ദേശം കൊടുക്കുക എന്നുള്ളത് സാധ്യതയുമുണ്ട്. കാരണം ഇത് ഒരു അധിക്ഷേപ പരാമർശം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഡിഫമേഷന്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് ആ ഒരു നീക്കത്തിലേക്ക് കടക്കാനും ഉണ്ട്. എന്തായാലും പാലക്കാട് SP ഈ പാലക്കാട് നോർത്ത് പോലീസിന് ഈ കേസ് ഇന്ന് തന്നെ കൈമാറും എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ നിയമോപദേശത്തിന് ശേഷമായിരിക്കും പോലീസ് എന്ത് നടപടി സ്വീകരിക്കണം എന്നതിൽ ഒരു അന്തിമ തീരുമാനം എടുക്കുക. സുരേഷ് ബാബുവും CPM-ഉം ഈ സാഹചര്യത്തെ എങ്ങനെ കാണുന്നു എന്ന് കൂടി അറിയണമല്ലോ സാജിദ്. ഇന്നലെ സുരേഷ് ബാബു പറയുന്നുണ്ടായിരുന്നു, അധികം കോലിട്ടിളക്കിയാൽ പുതിയ വലുത് ഇനിയും വരാനുണ്ട് എന്നൊരു ഭീഷണിയുടെ സ്വരത്തിൽ ഇന്നലെ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഷാഫി ഒരു നിയമ നടപടിയിലേക്ക് പോകുന്നതിന് എങ്ങനെയാണ് പാലക്കാട്ടെ CPM പ്രത്യേകിച്ച് സുരേഷ് ബാബു കാണുന്നത്? അദ്ദേഹത്തിന്റെ അടുത്ത നീക്കങ്ങൾ എങ്ങനെയായിരിക്കും? തീർച്ചയായും ഇത് ഈ ആരോപണം ഒരു അനാവശ്യ നടപടി എന്നുള്ളതാണ് ഭൂരിഭാഗം CPM നേതാക്കളുടെയും ഒരു കാര്യം. അവർ അങ്ങനെയാണ് അഭിപ്രായപ്പെടുന്നത്. എന്നാൽ EN സുരേഷ് ബാബു പറയുന്നത് അധികം കോലിട്ടിളക്കാൻ വരേണ്ട, അങ്ങനെയാണെങ്കിൽ ആരാണ് പ്രതിരോധത്തിലാകുക, ആരാണ് പ്രതിസന്ധിയിലാകുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ഷാഫി തന്നെ പ്രതിസന്ധിയിലാകും എന്നുള്ളതാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തുന്നത്. പക്ഷേ ഷാഫിയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ തന്നെയാണ് നിലവിൽ പരാതി കൊടുത്തിട്ടുള്ളത് എന്നതിൽ സംശയമില്ല. CV സതീഷ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. ഷാഫിയുമായി വളരെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അതിന് മുൻപ് പരാതി കൊടുത്ത പ്രമോദും അത് ഈ ഷാഫി പറമ്പിൽ നേരിട്ട് അറിഞ്ഞുകൊണ്ട് പരാതി നൽകിയതല്ല എങ്കിൽ കൂടി അതും ഷാഫി പറമ്പിലുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇതെന്തായാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശം EN സുരേഷ് ബാബുവിന് നൽകുകയും അദ്ദേഹം അത് പ്രകാരം തന്നെ വികസനമാണ് ചർച്ച ചെയ്യേണ്ടത്, ഇത്തരം ചീഞ്ഞളിഞ്ഞ രാഷ്ട്രീയമല്ല ചർച്ച ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് അതിൽ നിന്ന് തടിയൂരിയിട്ടുണ്ട്. എന്തായാലും ഇത് ഈ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ഏത് രീതിയിൽ നേരിടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും ഒരു മാനനഷ്ട കേസാണ്. അത് കോടതി അതിന് അനുമതി നൽകുകയും അതിന്റെ നടപടിക്രമങ്ങൾക്ക് തന്നെ കുറച്ച് സമയമെടുക്കും. എന്തായാലും ഈ വിഷയത്തിൽ നിന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതിലേക്കാണ് EN സുരേഷ് ബാബുവും പോയിട്ടുള്ളത്. എന്തായാലും ഇവിടെ സൈഫു, ഷാഫി ഒരു പരാതി നൽകാൻ തയ്യാറായില്ലെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നൊരു ചോദ്യം കൂടി പൊതുജനത്തിൽ നിന്ന് ഉയർന്നു വരില്ലേ? പൊതുജനം മാത്രമല്ല CPM ഇപ്പോൾ അത് കാര്യമായി ഉയർത്തുന്നുണ്ട്. പക്ഷേ ഷാഫി ഇതിന് പിന്നാലെ പോയി കൂടുതൽ ഇത് ഒരു ചർച്ചയാക്കണ്ട എന്നൊരു സ്റ്റാൻഡിലാണെന്ന് തോന്നുന്നു. എന്തായാലും